Hello and welcome to Apple Story Club. ഇന്ന് ഞാനൊരു വളരെ രസമുള്ളൊരു ബുക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പിക്ചർ ബുക്കാണ്. പിക്ചർ ബുക്കിൽ സാധാരണ വളരെ കുറച്ച് സെന്റൻസസും പിന്നെ ഒരുപാട് പിക്ചേഴ്സുമാണ് എപ്പോഴും വരുന്നത്. കാരണം ഈ പടങ്ങൾ കൂടുതൽ കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, ഈ ചെറിയ കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ഒരു വായനാശീലം വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പിക്ചർ ബുക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്പിളിന്റെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പും ഞാൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില പിക്ചർ ബുക്സിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. അതൊക്കെ തന്നെ വളരെ ഇഷ്ടമുള്ള ബുക്സ് ആണ്. എങ്കിലും ഇതൊരു ഈ കഥ വായിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ ഒരു റീസെന്റ് അഡിഷൻ ആണ്. നമ്മുടെ സ്റ്റോറി ക്ലബില് ഞാൻ റീസെന്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബുക്കാണിത്. ഇതിന്റെ പേര് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. ഒലിവർ ജെഫേഴ്സ് എന്ന് പറയുന്ന ഒരു ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററും ഇല്ലസ്ട്രേറ്ററും ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്ന പോലെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരു കൊച്ചുകുട്ടിയുടെയും ഒരു പെൻഗ്വിന്റെയും കഥയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു രസമുള്ളൊരു കഥയാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ വലിയ മുതിർന്നവർക്ക് പോലും ഇത് വായിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. എവിടെയോ ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൊച്ചുകുട്ടി, അവൻ ഒരു ദിവസം രാവിലെ വീടിന്റെ വാതിൽ തുറക്കുമ്പോ വെളിയിൽ അവനെ കാത്തു നിൽക്കുന്നത് ഒരു പെൻഗ്വിനാണ്. അപ്പൊ അവൻ ആലോചിക്കുകയാണ്, ഈ പെൻഗ്വിൻ എവിടുന്നാ വന്നത്? ഇതിന്റെ കൂടെ വേറെ അച്ഛൻ പെൻഗ്വിനെയോ അമ്മ പെൻഗ്വിനെയോ ഒന്നും കാണാനില്ല എന്ന് മാത്രമല്ല, ഇതാകെ സാഡാണ്. ഇത് വളരെ സങ്കടത്തിലാണ് ഈ പെൻഗ്വിൻ. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഈ പെൻഗ്വിനെയും കൂട്ടിക്കൊണ്ട് ഈ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഓഫീസ് ഉണ്ട്. എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയാല് അത് തിരികെ കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ പരാതി കൊടുക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടേക്ക് കൊണ്ടുപോവാണ്. ഈ പെൻഗ്വിനെ കൊണ്ടുപോകും. പക്ഷെ അവിടുത്തെ ഓഫീസർ പറയുന്നു, ഇല്ല, ഒരു പെൻഗ്വിനെ കളഞ്ഞുപോയിന്ന് ആരും ഇവിടെ പരാതി തന്നിട്ടില്ല. അങ്ങനെ അവൻ അന്വേഷിക്കുകയാണ്, അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അന്വേഷിക്കുകയാണ് എവിടെ നിന്നാണ് ഈ പെൻഗ്വിൻസ് വരുന്നത്. അപ്പൊ അവനെ മനസ്സിലാവും, സൗത്ത് പോളിൽ നിന്നാണ് പെൻഗ്വിൻസ് വരുന്നത്. അങ്ങനെ അവന്റെ ഈ പെൻഗ്വിനെയും കൊണ്ട് സൗത്ത് പോളിലേക്ക് ഒരു യാത്ര പോവാണ്. ഒരു ചെറിയൊരു ബോട്ടില് ഒരു യാത്ര പോവാണ്. അങ്ങനെ യാത്ര ചെയ്ത് പെൻഗ്വിനെ ഇവൻ സുരക്ഷിതമായിട്ട് സൗത്ത് പോളിൽ കൊണ്ടെത്തിക്കും. എന്നിട്ട് ഇവൻ തിരിച്ചു വരാനായിട്ട്, പെൻഗ്വിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ചു വരാനായിട്ട് അവന്റെ ബോട്ടിൽ കയറുമ്പം പെൻഗ്വിന്റെ മുഖത്ത് സന്തോഷമില്ല. സ്വന്തം നാട്ടിലെത്തിയിട്ടും പെൻഗ്വിന് യാതൊരു സന്തോഷവും ഇല്ല. അപ്പൊ ഇവൻ ആലോചിക്കും, ഇത് ശരിയല്ലല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് ഇവൻ ആലോചിക്കും. എന്നാലും ഇവൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവന്റെ ബോട്ടിൽ കയറി യാത്രയാവും. പക്ഷെ അവന്റെ മനസ്സിന് ഒരു സന്തോഷമില്ല. നോക്കുമ്പോ പെൻഗ്വിൻ അങ്ങനെ നിൽക്കാണ്. അപ്പൊ കുറച്ചു ദൂരം പോകുമ്പോ ഇവന് മനസ്സിലാവും, ഈ പെൻഗ്വിന് സങ്കടം എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ തിരിച്ചെത്താഞ്ഞിട്ടായിരുന്നില്ല, മറിച്ച് അത് ഒറ്റയ്ക്കായി പോയതിന്റെ സങ്കടമാണ് ഈ പെൻഗ്വിന്. അപ്പൊ അവന് മനസ്സിലാവും, ഈ പെൻഗ്വിൻ ഇപ്പൊ കിട്ടിയ ഒരു ഫ്രണ്ടാണ് ഞാൻ. ഓക്കെ, സോ അതായത് ഈ കുട്ടി. അപ്പോ ഒറ്റയ്ക്ക് പെൻഗ്വിനെ ആക്കിയിട്ട് പോന്നാൽ അവൻ വീണ്ടും സങ്കടപ്പെടും. അതുകൊണ്ട് ഞാൻ അവനെ വിടുന്നില്ല, തിരിച്ച് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി തിരിച്ച് ബോട്ട് തുഴഞ്ഞു പോവും ഈ പെൻഗ്വിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഇറക്കി വിട്ട സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ എന്താ സംഭവം? പെൻഗ്വിനെ കാണാനില്ല. അപ്പൊ എന്താ സംഭവിച്ചേ? പെൻഗ്വിനെ കൊണ്ട് പോകുന്ന സമയത്ത് ഇവര് ഒരു കൊട കയ്യിൽ കരുതിയിരുന്നു. പെൻഗ്വിൻ എന്ത് ചെയ്തു? ഈ കൊടയൊക്കെ നൂത്തുപിടിച്ച് അതിനെ ഒരു ബോട്ടാക്കി തുഴഞ്ഞ് ഇവനെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വഴിയിൽ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടും, രണ്ടുപേര് ഹഗ് ചെയ്യും. എന്നിട്ട് ഒരുമിച്ച് ഈ കുട്ടിയുടെ ബോട്ടിൽ കയറി തിരിച്ച് അവന്റെ വീട്ടിലേക്ക് ഈ പെൻഗ്വിൻ പോവാണ്. നല്ല രസമുള്ള കഥയല്ലേ? അതാ ഞാൻ പറഞ്ഞേ. അപ്പോ ഇനി ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ബുക്സില് പിക്ചേഴ്സ് എങ്ങനെയാ വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. സി, കണ്ടോ, നൈസ് പിക്ചേഴ്സ്, ഭയങ്കര കളർഫുൾ ആണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സീൻ. പെൻഗ്വിൻ കാത്തു നിൽക്കാണ്, കുട്ടി വാതിൽ തുറന്ന് നോക്കാണ്. യെസ്, കണ്ടോ, ഇത് കാണുമ്പോ തന്നെ നമുക്കറിയാലേ പെൻഗ്വിൻ വളരെ സാഡ് ആണ്. ഇനി ഈ പിക്ചർ നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് നോക്കി. ഇതിൽ കണ്ടോ, ഈ കുട്ടിയുടെ കാലൊക്കെ കണ്ടോ? സാധാരണ നമ്മൾ കാണുന്ന പോലല്ലേ, ഇത് വളരെ എന്താ വെച്ചാല്, ഞാൻ ചിലപ്പോ പടമൊക്കെ വരച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം കാലിന് വരെ ഒരു കമ്പോലൊക്കെ വരച്ചു കളയും. ബിക്കോസ് ഐ എം വെരി ബാഡ് അറ്റ് ഡ്രോയിങ്. സോ അതുപോലെയാണ് ഇതിനെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഒരു ഡിഫറെന്റ് ആയിട്ട് അവർ ചിന്തിക്കും, ഇതെന്താണ് ഈ പടം ഇങ്ങനെ. ദേ ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ദാറ്റ് ചിൽഡ്രൻ ആസ്ക് us questions. We need to encourage them asking questions. Okay. So the penguin is sad. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമില്ല, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം,
അതാണ് ഇത് ഈ ഓഫീസ്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ അത് ആ കുട്ടിയുടെ ഒരു ഇമാജിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ? അവനാകെപ്പാടെ ടെൻഷനായി. കാരണം ഈ പെൻഗ്വിൻ എന്നെ വിടാതെ പിന്തുടരുമോ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന്. ആൻഡ് ദർ ഇസ് വൺ ഒരു നല്ല രസമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മളിപ്പോ ഈ കാണുന്ന പടത്തില് ഈ കുട്ടി ഈ കിളികളോട് ചോദിക്കും, കിളികളെ നിങ്ങൾക്കറിയാമോ ഈ പെൻഗ്വിന്റെ നാട് ഏതാണെന്ന്. അപ്പൊ ഈ കിളി ഒന്നും പറയത്തില്ല എന്നാണ് നമ്മുടെ കഥാകാരൻ എഴുതിയിരിക്കുന്നത്. കിളി ആ ചോദ്യം മൈൻഡ് ചെയ്യത്തില്ല. ആൻഡ് അദ്ദേഹം പറയുന്നത് ചില കിളികൾ അങ്ങനെയാണ്, സം ബേർഡ്സ് ആർ ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ വളരെ ഒരു ശരിക്കും ഒരു കുട്ടിയുടെ മനസ്സിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു നല്ലൊരു കഥയാണ്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഞാൻ എല്ലാ പേജും കാണിച്ചു തരാം കേട്ടോ. സോ കണ്ടോ യെസ്, ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് പെൻഗ്വിനെയും കൊണ്ട് സൗത്ത് പോളിലേക്ക് പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഒരു കൊടയുണ്ടെന്ന് പറഞ്ഞില്ലേ പെൻഗ്വിന്റെ കയ്യില്. കണ്ടോ ഇവൻ ഇങ്ങനെ പോകുന്നത്, അവൻ ടാറ്റ പറഞ്ഞു പോകുന്ന ഇവൻ സങ്കടത്തോടെ നോക്കി നിൽക്കാണ്. വെരി സാഡ്. ആ യാത്ര പറയുന്ന പിക്ചറൊക്കെ കണ്ടോ, എത്ര നാച്ചുറലായിട്ടാ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. കൈയൊക്കെ കെട്ടി നിന്ന് സങ്കടത്തോടെ ഞാൻ പോയിട്ട് വരട്ടെ കൂട്ടുകാരാ എന്നൊക്കെ പറയുന്ന കണ്ടോ. ഇങ്ങനെ ആലോചിക്കുകയാണേ, തലയൊക്കെ ചൊറിഞ്ഞ് ആലോചിക്കുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഹിസ് തിങ്കിങ്. അപ്പൊ കണ്ടോ സംഭവിച്ചു കണ്ടോ, ഇവൻ ഇങ്ങനെ പെൻഗ്വിനെ അന്വേഷിച്ച് തിരിച്ചു വരുന്നു, പെൻഗ്വിൻ ഈ വഴിക്ക് കൊടയിലിരുന്ന് ഇവനെ അന്വേഷിച്ച് പോവാ. Lovely story, see? What is written there? See. Okay, so finally they met. കണ്ടോ എന്നിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടോ രണ്ടുപേരൂടെ. എന്നാലും എന്റെ കൂട്ടുകാരാ നീ എന്നെ ഒറ്റക്കിട്ടിട്ട് പോയല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. And finally, so they start their happy journey back home. So it's a lovely book. I strongly recommend this for your little readers. ഇതൊരു ഈവൻ 6 to 7 years വരെയുള്ള കുഞ്ഞുങ്ങൾക്കും ദിസ് ഇസ് ഓക്കെ കേട്ടോ. എന്ത് രസമാണ് നോക്കി, നമ്മുടെ ലൈബ്രറിയിൽ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. സോ ഗോ ഫോർ ദിസ് Lost and Found by Oliver Jeffers, an international bestseller. Happy reading and happy storytelling. Thank you for watching. Bye.